ഹലോ ഗൈസ്, ഞാൻ പെസ് കളിക്കുന്ന ആളാണ്. എൻ്റെ കൂടുതൽ അബുവും എൻ്റെ അനിയർ ഇതും കളിക്കുന്ന ആൾക്കാരാണ് പെസ്. അപ്പോൾ എൻ്റെ പെസ്സിൽ ഞാൻ ഇത്രയും കാലം എടുത്തു വെച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ വില വിലയല്ലേ, അപ്പോൾ ഇപ്പോൾ അവിടെ നല്ല വിലയാണല്ലോ. ഇന്ത്യയിൽ നല്ല സ്വർണ്ണമുണ്ട്. പെസ്സിലാണ് ഉപകാരമൊന്നുമില്ല. ഏകദേശം ഒരു 5000 കോയിൻസുകൾ എൻ്റെ ഓർമ്മയിലുണ്ട്. ആ ഗിഫ്റ്റ് ബോക്സ് പൊട്ടിക്കാത്ത വേറെ ഞാൻ ആരും വാങ്ങലില്ല. എൻ്റെ ടീം പറഞ്ഞാൽ 2022 വേൾഡ് കപ്പിൽ ഞാൻ ആ സമയത്ത് മാറ്റിയതാണ്. അതായത് മക്കലിസ്റ്ററും അർജന്റീന ടീമത്തെ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ആ ടീമിന് എപ്പോഴും കളിക്കണം. എനിക്ക് ലെജൻസിൻ്റെ ആവശ്യമില്ല. ഇവൻ്റെ അബുവിൻ്റെ ഒക്കെ ടീമിൽ പറഞ്ഞാൽ ഫുൾ ലെജൻസും അങ്ങനത്തെ പുതിയ പുതിയ പ്ലേയേഴ്സാണ്. അതായത് അത്ര അപ്ഡേറ്റ് 101 102 ഇന്ത്യയിൽ ഫുൾ 93 92. അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, കളിക്കുമ്പോൾ ഇവരെ പൊട്ടിച്ചിട്ടുണ്ട്. അതായത് ഒരു കളിയിൽ ഒരു 5-1 ഞാൻ പൊട്ടി, പക്ഷെ അടുത്ത കളി അത് തിരിച്ചടിച്ചു അല്ലേ, 5-1 ആയാലും മുന്നേ അങ്ങനെ അതേപോലെ കളിച്ച് ഞാൻ ജയിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് എന്തിനാണ് ഈ ഇവലൊക്കെ ഇതാ എൻ്റെ പെസിൻ്റെ അക്കൗണ്ട് എത്ര 3900 3972 കോയിൻസ് ഉണ്ട്. ഗിഫ്റ്റ് പൊട്ടിക്കാത്ത വേറെ ഉണ്ട്, ഗിഫ്റ്റ് ഉണ്ട്. അപ്പൊ അതൊക്കെ തുറന്ന് എങ്ങനെ ആയാലും ഒരു 4000 മുകളിൽ എത്തുന്ന ഉറപ്പാണ്. ഒരു തൊഴിലല്ല. ഇപ്പം ഈ അബു എന്ന് പറഞ്ഞ ആള് ഓനക്ക് 900 കോയിൻസ് ആവാൻ വേണ്ടി കാത്തിരിക്കുക ഓന്റെ ഫോണിൽ. അപ്പൊ ഇന്ത്യയിൽ ഇത് കണ്ടപ്പോൾ ഇത് പൊട്ടിക്കണം അത്രേ, അതായത് ഒരു 900 കറക്കണം അത്രേ. അവനെ ഇതിനെ കണ്ടിട്ടില്ല. ഇറക്കി 900. ഞാൻ എന്താ വെച്ചാൽ എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. ഒന്നാമത് എനിക്ക് ഈ കറക്കിയിട്ട് ഒരു പ്ലെയറിനെ കിട്ടൂലേ, ആ പ്ലെയറിനെ അവിടെ ഇറക്കുന്നതാണ്. അതിന്റെ ആവശ്യം അതുകൊണ്ടാണ്. പക്ഷെ ഇവന്റെ ഒരു നിർബന്ധ പ്രകാരം ഞാൻ എത്ര കോയിൻസ് ഒക്കെ 5000 കോയിൻസ് 5000 കോയിൻസ് ആയി. ഇനി ഇതൊക്കെ എടുക്കാണ്ട് ഇനി എനിക്ക് മിഷൻസ് ഉണ്ടാവും കുറെ. ഇതൊക്കെ എടുക്കാതൊക്കെ ഒരു കഴിവ് ഞാനെടുക്കാം എന്നാ കളി. അതായത് ഇത് പൊട്ടിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. പക്ഷെ ഇവന്റെ നിർബന്ധ പ്രകാരം ഞാൻ 900 മാത്രം ഒരു വട്ടം കേട്ടോ. അത് എന്താ കിട്ടാന്നില്ല നിങ്ങൾ കണ്ടോളി. ഞാൻ ആ പ്ലേസിനെ അപ്പൊ തന്നെ ആണെങ്കിൽ റിലീസ് ചെയ്യാറ് കുഴപ്പമില്ല. ഇക്കതിന്റെ ആവശ്യമില്ല. ഇന്റെ ടീം പറഞ്ഞാൽ കാണിച്ചു. എന്റെ ടീം എടുത്താ എന്റെ ടീം എന്ന് പറഞ്ഞതാ ഞാൻ കാണിച്ചു തരാം. ഇതല്ലേ ഈ ഒരു ടീമാണ് എൻ്റെ ടീം. ഇവിടെ ഗാക്പോണ് വരട്ടെ സെന്റർ ഫോർവേഡിൽ. റെഡ് കാർഡ് ടീമൊക്കെ കയറ്റിയതാണ്. ഇപ്പൊ ഇതാണ് മെസ്സി, ബെല്ലിംഗാം, ഫിൽഫോർഡ്, എംബാപ്പെ, ബ്രൂണോ ഗാമിറസ്, അതേപോലെ ഗാർഡിയോള്, വാൻഡേക്ക്. അതായത് ഈ പ്ലേയേഴ്സൊക്കെ പുതിയ സംഭവമുണ്ട്. പുതിയ എന്താ പറയുക, പുതിയ കാർഡ് വരുമ്പോൾ ആ പ്ലെയറിനെ ഞാൻ പിന്നെ ഇറക്കും. അല്ല ഞാൻ ഒരു വേറെ പ്ലെയറിനെ കൊണ്ടല്ല അങ്ങനെ സാധാരണ ഇല്ല. എൻ്റെ ലെജൻസ് പറഞ്ഞാൽ ആകെ വെക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ല. എനക്കെന്താ ഞാൻ പ്രശ്നം പറഞ്ഞാൽ 900 അല്ലേ. നെറുതുവാ 900 കറക്കണം നോക്കട്ടെ. ആരൊക്കെ നമുക്ക് എന്തായാലും ഓന്റെ ഇഷ്ടപ്രകാരം നമുക്ക് അത് കറക്കി നോക്കാം. ഇത്ര ആളെ കിട്ടുമോ? ഇതൊക്കെ ആരാണ്? എന്തിനാണ് എന്നാ ശരി, നമുക്ക് പിന്നെ ഇറക്കാം. അതൊന്നും ആവശ്യമില്ല. ഏതറക്കല് മാനെ എന്നാ ശരി, അവൻ കറക്കോട്ടെ. അവന്റെ ഒരു ആഗ്രഹമാണ് കറക്കണം എന്നുള്ളത്. കറക്കട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ഞാനിതാ സമ്മതിക്കുന്നു. 900 കോയിൻസ് ഇപ്പൊ എത്ര 5400 കോയിൻസ് ഉണ്ട്. ഞാനിതാ കൊടുക്കാണ്. ഇതൊക്കെ ആരുടെ വാണങ്ങള്? ഇതിനൊക്കെ എന്തിനാ എനിക്ക് മറ്റേ വാങ്ങിക്കാന്നാ അന്ന് കറക്കെ. ഇതിന്റെ സാധ്യമായ കിട്ടിയ വേറെ പാക്കില്ല. 94 അതല്ല, വേറെ പാക്കില്ല. ഷാഡിമാന്റെ പാക്ക് നല്ല ഉള്ളൂ. ഞാനോട് അങ്കൽബിസിനെ അന്ന് കറക്കാൻ പറഞ്ഞല്ലേ, അന്ന് അങ്ങോട്ടോ ഇവിടെ കിട്ടിരിക്കേ. ഞാൻ അന്ന് പറഞ്ഞ അങ്കൽബിസിനെ കറക്കാം. അപ്പൊ ഇതൊക്കെ ഇതുണ്ടല്ലോ, ഈ പാക്ക് 100 ഒക്കെ ഉള്ള ആൾക്കാർ 200 പാക്ക് ഇതൊക്കെ അതിലൊക്കെ ഉണ്ട്. അതാണ് അതിന് ബ്രിസ്കേറിനൊക്കെ ശരി കിട്ടാൻ കുറവായി 200 ആൾക്കാർ കിട്ടോ. ഇതോ ഇത് പിക്ക് അറിയോ? അത് 900 അന്ന് അറിയോ? ഇതാ അപ്പൊ നമുക്ക് ഈ ഒരു പാക്കേജ് ഇറക്കാൻ പോകണ്ടോ? ഇതാ നമ്മളെ ഈ ഒരു പാക്കേജ് ഇറക്കാണ്. അവൻ്റെ ഒരു ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കാം. ഓക്കെ, അറിയിക്കോ. കുറച്ച് ട്രിക്കൊക്കെ ഉണ്ട്. എന്തൊക്കെ ട്രിക്കാണ് കാണിച്ചു കൊടുത്താ. അതായത് കുഞ്ഞോടെ ട്രിക്കൊക്കെ ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ കറക്കുമ്പോ വെറുതെ ഇറക്കിയിട്ട് കാര്യമല്ല. അത് ഉള്ളിൽ കയറാ. 900 പോയി. എനിക്ക് പ്രശ്നമല്ല, ഞാൻ ഉണ്ടാക്കും. നല്ല അടിപൊളി ട്രിക്കുകളുമായി കുഞ്ഞോൻ നമ്മുടെ 900 രൂപ പൊട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. സ്വർണത്തിന്റെ വില ഇവിടെ പ്ലേയേഴ്സ് ഫുള്ളാ, കുഴപ്പമില്ല. പ്ലേസ് ഫുള്ളാ? കുഴപ്പമില്ല. നമ്മൾ വേറെ എടുത്തിക്കണോ, സ്ലോട്ട് എടുത്തിക്കണോ വേറെ. സ്ലോട്ട് എടുക്കേ.
റെഡി 1 2 3 ഭാഗ്യണ്ടോ? അങ്ങനെ ആരെയാണ് കിട്ടാൻ പോകുന്നത്? ഭാഗ്യമില്ല. സമാധാനായില്ലേ? അപ്പൊ എന്താ പറയാ, ആ കഴപ്പണ് മാറി. ആ കഴപ്പ് 900 പോയി എന്നല്ലാതെ ഒരു ഉപകാരമില്ല. ഞാനിപ്പോ കിട്ടിയാൽ ഞാൻ ഇറക്കൊന്നുമില്ല. അത് സീനില്ല. ഞാൻ ഇനി വേണ്ട കേട്ടോ. ഈ ഒരു 100 ഇറക്ക്, 100 ഇറക്ക്, 100 കൊടുത്തോ. ഞാനത് കോയിൻസറെ കൂട്ടി 10,000 ആക്കാം. നമുക്ക് ലുക്കാക്കുവിന്റെ എടുക്കാം. അബുണ്ട് ദമ്പിലൊക്കെ ഉണ്ടല്ലോ, ഇറക്കാം. ഇതാക്കാം, ഫ്രീ ആയി കിട്ടും. അതാ കറക്കല്ലേ? അത് ഇറക്കി കുഴപ്പമില്ല. പൈസ വിഷയമല്ലടാ, ഫ്രീ ആയി കിട്ടും. സ്വർണ്ണം വിഷയമല്ല. 93,000 അത് ഇത് ഏതുവാണ്? അപ്പോ അത് തീർന്നു. 900 പോയി. എൻ്റെ ഇത് മാറിയോ? എൻ്റെ ആഗ്രഹം കഴിഞ്ഞു. ഹാപ്പി അല്ലേ? അപ്പോൾ ശരി, ഇതായിരുന്നു നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇനി ഗിംബലൊക്കെ വാങ്ങി മൈക്കൊക്കെ വാങ്ങി ഒന്നിനും വ്ളോഗ് പ്രൊഫഷണലാക്കാൻ പോവാണ്. ആകെ കാണുന്ന 100 ആൾക്കാരൊക്കെയാണ്, മതി. അപ്പോൾ ശരി, കാണാം, ബൈ.